ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ട് നമ്മുടെ സാംസങ് S22 S21 സീരീസിലൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് 1UI 6.1 ഒക്കെ നമുക്കിപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറേ പേർക്ക് നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവങ്ങളൊക്കെ അവരുടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാതെ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ സാംസങ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇറക്കിയിട്ടുണ്ട്. അവർ നമ്മുടെ ഇപ്പോൾ ഏപ്രിൽ 31 വരെ ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത് ഏപ്രിൽ 31 വരെയാണ്. നമ്മുടെ ഏതൊക്കെ ഡിവൈസിനാണോ നമുക്ക് ഈ ഇഷ്യൂ വന്നേക്കുന്നത് അവരിപ്പോൾ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് വിത്ത് ബാറ്ററി കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഒരു S22 ഡിവൈസ് അല്ലെങ്കിൽ S21 സീരീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ വേഗം സാംസങ്ങിന്റെ കസ്റ്റമർ കെയറിൽ കൊണ്ടിട്ട് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ വിസിറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ ഡെഡ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റീപ്ലേസ്മെന്റ് ഫ്രീ ഓഫർ കിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഡിവൈസുകൾക്ക് പ്രത്യേകിച്ച് ഈ പഴയ ഡിവൈസുകൾക്ക് ഈ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സാംസങ് ഓൾമോസ്റ്റ് ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു മൂവ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാ ബ്രാൻഡുകളും ഇതുപോലെ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പം എത്ര ഡിവൈസുകൾ എത്ര ബ്രാൻഡുകളായിരിക്കും ഈ ഐഫോൺ അടക്കം ഈ സാധനം എത്ര ഞാൻ എൻ്റെ ഇപ്പോൾ ഇതിൻ്റെ വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഈ സാധനം തന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പേടി. ഞാൻ ഡയറക്റ്റ് നമ്മുടെ മാക്ബുക്ക് കുത്തിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ ബ്രാൻഡും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ അവരുടെ മിസ്റ്റേക്ക് ത്രൂ വരുന്ന സംഭവമാണ്. അപ്പം ഈ സാധനം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വാറണ്ടി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഈ സാധനം ഡിസ്പ്ലേ അടിച്ച് പോയി. അവർ 23,000 രൂപയാണ് ചോദിച്ചത് ഐഫോണിന്. അപ്പൊ ഇതാണ് ശരിക്കും ആക്ച്വലി നമ്മൾ കൺസ്യൂമർ കംപ്ലൈന്റിലൊക്കെ ചെയ്യേണ്ട സംഭവമാണ്. ആരും ചെയ്യാത്തതുകൊണ്ട് നമ്മളെ മുതലെടുക്കുന്ന സംഭവമാണ്. ഇത് യൂറോപ്യൻ കൺട്രീസിലൊന്നും ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഇതെന്റെ S23 ആണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആവാറായിട്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്യൂ സംഭവമൊന്നുമില്ല. ശരിക്കും പഴയ ഓൾഡ് മോഡലിലാണ് ഇത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് സാംസങ് ഓൾമോസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സാംസങ്ങിന്റെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ S24 FE ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡിയാണ് ലോഞ്ച് ആവാനുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് ന്യൂസ് അനുസരിച്ച് ഇതിൽ ആക്ച്വലി ഒരു സ്നാപ്ഡ്രാഗന്റെ ഒരു ഹൈ എൻഡ് പ്രൊസസർ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഇതിന് മുമ്പ് ഇറങ്ങിയ S23 FE ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡിസ്പ്ലേയില് ഞാനൊന്ന് കാണിച്ചു തരാം. ഡിസ്പ്ലേയില് നമുക്ക് ഇവിടെ ഭയങ്കര ചിഹ്നുണ്ടായിരുന്നു. ഇത് S23 ആണ്. ഇത് S23 FE അല്ല, ഇത് S23 ആണ്. ഞാനൊരു വൈറ്റ് സ്ക്രീനിലായിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം ബ്ലാക്ക് ആണല്ലോ. വൈറ്റ് ഇവിടെ ഡാർക്ക് മോഡ് കളയട്ടെ. ഇതിപ്പോ ഇതാണ് നമ്മുടെ സ്ക്രീൻ വരാന്ന് വെച്ചാൽ നമ്മുടെ S23 FE മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഭയങ്കര ചിഹ്നമായിരുന്നു. ഇതിപ്പോ എന്റെ S23 ഇതൊക്കെ നമുക്ക് യൂണിഫോം ആണ്. ഇതിൽ ചിഹ്നമൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അപ്പോൾ പിന്നെ ചിഹ്നിന്റെ സംഭവത്തിന് ഇഷ്യൂ സംഭവമൊന്നുമില്ല. പക്ഷേ S23 FE സീരീസിൽ വന്നപ്പോൾ മെയിൻ ആൾക്കാർക്ക് ഇഷ്യൂ ഉള്ള ആ സംഭവമായിരുന്നു. അതായത് ചിഹ്ന് ഭയങ്കര കൂടുതലായിരുന്നു. നമ്മുടെ S21 FE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സംഭവം ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തിട്ട് നോർമൽ ശരിക്കും നമ്മുടെ നമ്മുടെ S24ന്റെ ലുക്കായിട്ടാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഫുള്ളി പുറത്തെ സംഭവം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഹൈ എൻഡ് സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് തന്നെ വരുന്നു പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ Gen 2 അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ഇതിലിപ്പോൾ നമുക്ക് Gen 3 ആണ് നമ്മുടെ S23. S24 വരുമ്പോൾ അതിൽ നമ്മുടെ Exynos പ്രൊസസർ ആയിരുന്നു. അപ്പൊ അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനി അടുത്ത് നമ്മളൊന്ന് പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ ന്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാംസങ് ഇപ്പോൾ ആപ്പിളിനെ കടത്തി വിട്ടിരിക്കുകയാണ്. അതായത് വേൾഡ് വൈഡ് സെയിൽസിൽ ഇപ്പോൾ ആപ്പിളിനെ വെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സാംസങ് ആണ് ടോപ്പ് 1 വേൾഡ്സ് നമ്പർ 1 സ്മാർട്ട് ഫോൺ പ്രൊവൈഡർ. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്കറിയാം ഇപ്പോൾ ആപ്പിളിന്റെ ഭയങ്കര മാർക്കറ്റ് ഷെയർ ഒക്കെ പൊട്ടി. നിങ്ങൾക്ക് അവരുടെ ഷെയർ ഇപ്പോൾ നമ്മുടെ US സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തന്നെ അറിയണ്ടായിരിക്കും. അവരുടെ ഷെയർ ഒക്കെ ഡ്രാസ്റ്റിക്കലി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഭാഗ്യത്തിന് ഒരു 6 മാസം മുമ്പ് ആപ്പിളിന്റെ ഷെയർ ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഭയങ്കര മാർക്കറ്റ് ഷെയർ കുറവാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വെച്ചാൽ ഒരു ആൾക്കാരെ പറ്റിച്ചു തുടങ്ങിയിട്ട് കുറേ കാലം. ഞാൻ പറയുമ്പോൾ ആപ്പിൾ യൂസറൊക്കെ തന്നെയാണ്. നമ്മുടെ ഇവരിൽ എൻ്റെ ആപ്പിൾ വാച്ചും മാക്ബുക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവർ ആപ്പിൾ നോക്കി കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കാനാണ്. ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിൽ വീഴുന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ പ്രൊഫഷണൽ യൂസ് ഉള്ളവർക്കൊക്കെ ഐഫോൺ നല്ലതാണ്. അല്ലാത്ത എല്ലാവരും ഈ സ്റ്റുഡൻസ് അടക്കം കുറെ പേരൊക്കെ ഒരു കൊല്ലം പണിയെടുത്തിട്ട് ആ കാശ് ഫുൾ എടുത്ത് ഐഫോൺ വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ കടിച്ച ആപ്പിളിന് ഇത്ര വില? അത് ശരിക്കും ആ ബ്രാൻഡിന്റെ ഒരു വിജയം തന്നെയാണ്. അത് വേറെ കാര്യം. ബിസിനസ് യൂസ് നോക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ ഒരു വിജയം തന്നെയാണ്. അല്ലാണ്ട് ഇതിലൊരു വാങ്ങിയില്ല കേട്ടോ. വേറെ കാര്യം പച്ചക്കെടുത്ത് പറയുകയാണെങ്കിൽ
പകുതി ഫീച്ചേഴ്സ് ഈ സാധനത്തിലില്ല. അപ്പം ഞാൻ ആക്ച്വലി ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ S23 ഉണ്ട്. അപ്പോൾ 2 ഫ്ലാഗ്ഷിപ്പിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് iOS മാത്രമായിട്ട് അതിൽ പകുതി സാധനങ്ങൾ നടക്കില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ആൻഡ്രോയിഡ് വേണം. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 ഉപയോഗിക്കുന്നുണ്ട്. സംഭവം എൻ്റെ പ്രൈമറി സാധനം ഞാൻ ഇപ്പോൾ iPhone 15ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ അതോ 16ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമുക്കിതിൽ വാറണ്ടി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ഇപ്പോൾ ആപ്പിളിനും വാറണ്ടി കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ അടിച്ച് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ 15 ഞാൻ ആക്ച്വലി 15 ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ നമ്മളത് കമ്പയറിങ് സംഭവം ചെയ്തപ്പോൾ വലിയൊരു ഡിഫറൻസും ഇല്ല. ചുമ്മാ ജസ്റ്റ് ഇനി വെറുതെ പൈസ കൊടുത്ത് അത് തന്നെ സെയിം സാധനം. ആകെ ഫ്രണ്ടില്ല എന്താ പറയുക ഐലൻഡ് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ, അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണില്ല. ക്യാമറയിൽ നമ്മൾ നോക്കിയപ്പോഴും ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ് സംഭവം. സെൻസറൊക്കെ മാറണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ എടുത്ത് സെൻസർ മാറ്റി 48 ഇട്ടാലേ മാത്രമേ അതിൽ ഡിഫറൻസ് കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ 16 വന്നിട്ട് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇനി കുറേ പേര് ഇത് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞു വരണ്ട. അത് എല്ലാ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വന്നൊരു ന്യൂസാണ് കേട്ടോ. സാംസങ് ഓവർടേക്സ് ആപ്പിൾ ആസ് വേൾഡ് ടോപ്പ് സ്മാർട്ട് ഫോൺ പ്രൊവൈഡേഴ്സ്. അതായത് ഇവരുടെ ആപ്പിളിൻ്റെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സെയിൽസിൻ്റെ 9.6% ആണ് ഓരോ ഇയർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ മെയിൻ കാരണം. ഇതിൻ്റെ ചൈനീസ് റൈവൽസ് എന്ന് പറയുന്നത് ഷയോമിയും അതുപോലെ തന്നെ വിവോ സംഭവമൊക്കെ 3rd ഉം 4th ഒക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആപ്പിളിൻ്റെ തീരുമാനമായി. ആപ്പിൾ ഇത്ര കാലം എന്താ പറയുക ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വെച്ചാൽ മോണോപ്പൊളി ഉള്ളത് നമുക്ക് നല്ലതല്ല, കസ്റ്റമേഴ്സിന് നല്ലതല്ല മോണോപ്പൊളി ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആപ്പിളിന് മോണോപ്പൊളി ആയിരുന്നു ഇത്ര കാലം. എന്നുവെച്ചാൽ iOS ഒരു ആർക്കും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് iOS അവരുടെ സാധനത്തിൽ മാത്രമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയനൊക്കെ അവർക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ കുറേയൊക്കെ നന്നായി തുടങ്ങി, പണി കിട്ടി തുടങ്ങും. അതൊരു കാര്യം. ഇപ്പോൾ Type-C വന്നല്ലോ, അതുപോലെ കുറേ ഇപ്പോൾ പണി കിട്ടി തുടങ്ങും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.